സോ ഇതാണ് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ട റിയൽമി 10 Pro Plus 5G എന്ന ഫോൺ. ഓക്കെ, സോ മിക്ക എല്ലാ വീഡിയോസിലും ഡിസ്പ്ലേ കിടലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ റിയൽമിയുടെ മിക്ക എല്ലാ പരസ്യങ്ങളിലും ഇതിന്റെ ഡിസ്പ്ലേ അങ്ങ് പൊക്കി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഡിസ്പ്ലേ അടിപൊളിയാണോ? ഫോണിന്റെ ഡിസ്പ്ലേയിൽ ആ ഒരു കർവ് വരുമ്പോൾ, ചിലർക്ക് ആ കർവ് ഇഷ്ടമല്ല, പക്ഷേ എന്തായാലും ഒരു കർവ് ഡിസ്പ്ലേ വരുമ്പോൾ ഒരു പ്രീമിയം ഫീൽ കിട്ടാറുണ്ട്. റിയൽമി പറഞ്ഞതനുസരിച്ച് ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഉണ്ടല്ലോ, ഇതിന്റെ ബെസൽസ് നമ്മുടെ S22 അൾട്രയിലുള്ള ബെസൽസിനേക്കാളും കനം കുറഞ്ഞ ബെസൽസ് ആണ് എന്നാണ് റിയൽമി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിലാണ് റിയൽമി 10 Pro Plus, റൈറ്റ് സൈഡിലാണ് S22 അൾട്ര. ഓൾമോസ്റ്റ് സെയിം ബെസൽസ് ആണ്. ആ കോർണറിൽ എന്തായാലും കുറച്ചധികം ബെസൽ ഉണ്ട് ഇവിടെ 10 Pro Plusൽ. എന്നാൽ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം ബെസൽസ് ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് തോന്നും. ഒരു കാര്യം എടുത്ത് പറയാം, ഇതിന്റെ ഡിസ്പ്ലേ S22 അൾട്രയുടെ ഡിസ്പ്ലേ വേറെ ലെവലാണ്. സോ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫോൺ ഉണ്ടല്ലോ റിയൽമി 10 Pro Plus, ഈ ഫോൺ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും 25,000 റുപ്പീസ് 25,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോണാണ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ തീർച്ചയായിട്ടും ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട് ഇതിന്റെ ഡിസ്പ്ലേ. ഓക്കെ, എനിവേ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും അൺബോക്സിംഗ് ഒക്കെ നോക്കാം. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. റിയൽമിയുടെ യെല്ലോ പാക്കേജിംഗ് ഓപ്പൺ ചെയ്യാം. സിലിക്കോൺ TPU കേസ്, ഡോക്യുമെന്റേഷൻ ആൻഡ് സിം ടൂൾ, ഫോൺ മാറ്റി വെക്കാം. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് Type-C ചാർജിംഗ് കേബിൾ. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 10-bit കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ്, 800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇതിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ പക്കയാണ്. സോ നിങ്ങൾ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോ ഇഷ്യൂസ്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ PWM ഡിമ്മിംഗ് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൾസ് വേവ് മോഡുലേഷൻ ഡിമ്മിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചിലർക്ക് AMOLED ഡിസ്പ്ലേസ് ലോ ബ്രൈറ്റ്നസ്സിലിട്ട് ഉപയോഗിക്കുമ്പോൾ തലവേദന അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരാറുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ AMOLED ഡിസ്പ്ലേസ് നമ്മൾ ലോ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിക്കുമ്പോൾ ഫ്ലിക്കർ ആവാറുണ്ട്. നമ്മൾ നേരെ നോക്കുമ്പോൾ ആ ഫ്ലിക്കർ അറിയാൻ പറ്റുമല്ലോ, പക്ഷേ ക്യാമറയിലൊക്കെ അത് വരാറുണ്ട്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യില്ല. കാരണം ഇവിടെ TUV Rhineland ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബിൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ. ഒരു ഫോണിൽ HDR സർട്ടിഫിക്കേഷൻ വരുമ്പോൾ നിർബന്ധമായിട്ട് നെറ്റ്ഫ്ലിക്സിലും ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കണം. കാരണം നമ്മൾ നോർമലി HDR കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിലാണ്. യൂട്യൂബിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ചെയ്യാറില്ല. HDR കണ്ടന്റ് ഒരുപാട് കാണാറില്ല. യൂട്യൂബിലും കിടപ്പുണ്ട്, പക്ഷേ നോർമലി നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നെറ്റ്ഫ്ലിക്സിൽ HDR സർട്ടിഫിക്കേഷൻ വരുന്നില്ല. റിയൽമി 9 Pro Plusന്റെ ബാക്കിൽ ഗ്ലാസ് ആയിരുന്നു. ഒരു ഷൈനി, ഭയങ്കര തിളങ്ങുന്ന ഒരു ഗ്ലോസി ഷൈനി ഗ്ലാസ് ബാക്ക് ആയിരുന്നു ആ ഫോണിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇത്തവണ പ്ലാസ്റ്റിക്കിന്റെ ബാക്കാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, മാറ്റ് ഫിനിഷ് ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എനിക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ് ഇഷ്ടമല്ല. നമ്മൾ റിയൽമി 10 Proയിൽ കണ്ടിരുന്നല്ലോ, ഭയങ്കര തിളങ്ങുന്ന സാധനം. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. മാറ്റ് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ തിക്നെസ് ഓൾമോസ്റ്റ് 8 mm ആണ്. അതായത് ഒരു ആവറേജ് തിക്നെസ് ആണ്. പക്ഷേ കയ്യിലെടുക്കുമ്പോൾ അത്ര തിക്നെസ് ഒരിക്കലും ഫീൽ ആവുന്നില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും കർവ് ഉണ്ട്. സോ ഡിസ്പ്ലേ എന്തായാലും കർവ്ഡ് ആണ്, ബാക്കും കർവ്ഡ് ആയതുകൊണ്ട് കയ്യിലെടുക്കുമ്പോൾ ഒരു സ്ലിം ഫോണിന്റെ ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. 175 gram ആണ് വെയിറ്റ്. ദാറ്റ് ഇസ് റിയലി ലൈറ്റ് വെയിറ്റ്. പിന്നെ ഈ ഒരു വലിയ ലെൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഡിപ്പെൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഓവറോൾ ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസൈൻ ബിൽഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. റിയൽമി 9 Pro Plusൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഈ നമ്പർ സീരീസിലെങ്കിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കണം. ഇവിടെ വന്നിട്ടില്ല. നമ്മൾ കണ്ട റെഡ്മി നോട്ട് 12 എക്സ്പ്ലോറർ എഡിഷൻ ഉണ്ടല്ലോ, അവിടെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടായിരുന്നു. സോ മിക്കവാറും റെഡ്മി നോട്ട് 12 സീരീസിൽ ഹെഡ്ഫോൺ ജാക്ക് കാണും. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും അതൊരു പോരായ്മ തന്നെയാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമി 10 Proയിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ഡെഡിക്കേറ്റഡ് ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ അത്രയും സ്റ്റീരിയോ എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല ആ ഒരു ലെഫ്റ്റും റൈറ്റിൻ്റെ സെപ്പറേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഫസ്റ്റ് ആണ് ഗോൾഡ്. ആ ഗോൾഡ് സംഭവമാണ് തിളങ്ങുന്ന ഷൈനി. നമ്മൾ റിയൽമി 10 Pro കണ്ടിരുന്നല്ലോ, അതാണ് ബേസിക്കലി ഗോൾഡ് വേരിയൻറ്റ്. സെക്കൻഡ് ആണ് ഈ ബ്ലൂ, തേർഡ് ആണ് ബ്ലാക്ക്. എനിക്ക് തോന്നുന്നു ബ്ലൂവും ബ്ലാക്കും മാറ്റ് ആണ്. ആ ഗോൾഡ് വേരിയൻ്റാണ് ഷൈനി ഗ്ലോസി ഫിനിഷ് ഉള്ളത്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ലതാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഒരു ദിവസം എന്തായാലും ഈസിലി പോകുന്നുണ്ട്, നോ പ്രോബ്ലം. അടുത്ത ദിവസത്തേക്കും ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നുണ്ട്. 0 to 100% ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 3/4 മണിക്കൂർ എടുക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിലും ഫേസ് അൺലോക്ക് ആണെങ്കിലും രണ്ടും നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ പ്രോബ്ലം. റിയൽമി 9 Pro Plusൽ ഉണ്ടായിരുന്ന MediaTek Dimensity 920 ചിപ്സെറ്റ് ഉണ്ടല്ലോ, യെസ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ റിയൽമി 9
Pro Plus പലതവണ മെൻഷൻ ചെയ്യും, കാരണം അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ആണല്ലോ. സോ എത്രമാത്രം ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ അറിയണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, സോ ആ Dimensity 920 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ 1080 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. Dimensity 1080 ചിപ്സെറ്റിലുള്ള CPU സ്പീഡ് 0.1 GHz കൂടുതലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ 200 മെഗാ പിക്സൽ ക്യാമറയുടെ ഒരു സപ്പോർട്ടും ആ ഒരു ചിപ്സെറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിവിടെ എന്തായാലും ബാധകമല്ല, കാരണം ഇവിടെ 108 മെഗാ പിക്സലാണ് വന്നിരിക്കുന്നത്. സോ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. ഒരു നോർമൽ യൂസിന് നിങ്ങൾ എന്തായാലും ആ ഒരു വ്യത്യാസം അറിയാൻ പോകുന്നില്ല. 9 Pro Plus ആണെങ്കിലും 10 Pro Plus ആണെങ്കിലും. Dimensity 920 ചിപ്സെറ്റ് നല്ലൊരു ചിപ്സെറ്റ് ആണ്, അതായത് നല്ല സ്റ്റേബിൾ ചിപ്സെറ്റ് ആണ്. പിന്നെ ഹീറ്റിംഗ് ഒക്കെ കുറവാണ്. അതേ രീതിയിൽ ഇവിടെയും നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സ്റ്റേബിൾ പെർഫോമൻസ് ആണ് തരുന്നത്. 5 ലക്ഷത്തിൻ്റെ AnTuTu സ്കോർ ഒക്കെ തരുന്നുണ്ട്. ഗെയിമിംഗ് നോക്കുകയാണെങ്കിൽ കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. BGM ഒക്കെ ആണെങ്കിലും എക്സ്ട്രീം ഒക്കെ കളിക്കാൻ പറ്റും. സോ അതിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. നെക്സ്റ്റ് ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ഞാൻ ഓൾറെഡി Realme 10 Proയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെയിം സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം പലരും ആ വീഡിയോ കാണാതെ ഇത് കാണുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ആണ് പോസിറ്റീവ്സ്. ലേറ്റസ്റ്റ് Android 13 ഇതിൽ കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. ദാറ്റ്സ് റിയലി നൈസ്. ഓക്കെ, നിങ്ങൾക്ക് 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് കിട്ടും. സോ Android 14, 15 കിട്ടും. പിന്നെ 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും Realme പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് Realme UI 4.0 വരുന്നുണ്ട്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ് കേട്ടോ. Realme ഫോൺസിൽ ഹാപ്റ്റിക്സ് എന്നൊരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ ഒരു പവർ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എവിടെയൊക്കെ ഇത് വേണം അത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലുള്ള നെഗറ്റീവ്സ് ഉണ്ടല്ലോ, അത് എക്സാക്ട്ലി സെയിം Realme 10 Pro ഉണ്ടായിരുന്ന അതേ നെഗറ്റീവ്സ് ഒക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലോട്ട്വെയർസ് ഉണ്ട്. അതിൻ്റെ അത്രയും ബ്ലോട്ട്വെയർസ് ഇല്ല. അവിടെ മോജ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ മോജ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി റെക്കമെൻഡേഷൻസും ആഡ്സും ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ബാനർ ആഡ്സ് കാണാം. റിയൽമിയുടെ സ്വന്തം ആപ്പ് സ്റ്റോർ, അതായത് ആപ്പ് മാർക്കറ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും ഈ വൈറസ് സ്കാനിങ് ഉണ്ട്. പിന്നെ ഈ വൈറസ് സ്കാനിങ്ങിന്റെ മറവിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ആഡ്സ് ഒക്കെ റിയൽമി കൊണ്ടുതരുന്നുണ്ട്. ആപ്പ് ഡ്രോറിൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്. പിന്നെ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് ഇവിടെ വന്നിട്ടുണ്ട്. Realme 10 Pro വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താഴെ കുറെ കമന്റ്സ്, അതായത് ഈ നമ്മുടെ ആഡ്സിനെയും ഈ ബ്ലോട്ട്വെയർസിനെയും പിന്നെ റെക്കമെൻഡേഷൻസിനെ ന്യായീകരിച്ചിട്ടുള്ള ചില കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. നമ്മളിത് ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല കേട്ടോ. ബ്ലോട്ട്വെയർസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലോട്ട്വെയർസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫുൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഫോണിൽ ഈ ആഡ്സും റെക്കമെൻഡേഷൻസ്, അതും 25,000 രൂപ വില വരുന്ന ഫോണാണ്. ഇതിന്റെ ടോപ്പ് വേരിയന്റ് പ്രൈസ് 28,000 രൂപയാണ്. 28,000 രൂപ വില വരുന്ന ഒരു ഫോണിൽ ഒരിക്കലും ആഡ്സും റെക്കമെൻഡേഷൻസ് വരാൻ പാടില്ല, എന്ത് കാരണമായിക്കോട്ടെ. സോ എനിക്കത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ എനിക്കത് ഓക്കെ അല്ല. എങ്ങനെയാണ് ഇതെല്ലാം എടുത്ത് കളയേണ്ടത്, അതായത് ഓരോ ആഡ്സും ബ്ലോട്ട്വെയർസും റെക്കമെൻഡേഷൻസും എങ്ങനെ എടുത്ത് കളയണം, അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 108 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ Realme 10 Proയിൽ കണ്ട 108 മെഗാ പിക്സൽ ക്യാമറ ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ക്യാമറയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അവിടെ അൾട്രാവൈഡ് ഇല്ലായിരുന്നു, ഇവിടെ അൾട്രാവൈഡും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ആർക്കും വേണ്ടാത്ത മാക്രോ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതാരും ഉപയോഗിക്കാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്. ഓക്കെ, Realme 9 Pro Plusൻ്റെ അത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും അത്ര ഉണ്ടാവില്ല, കാരണം അവിടെ ഉള്ളത് സോണിയുടെ IMX 766 സെൻസറാണ്. കിഡിലൻ സെൻസറാണത്. നല്ല ഡീറ്റെയിൽസും നല്ല ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സെൻസറാണ്. ഇവിടെ വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ HM6 സെൻസറാണ്. ഇതിനേക്കാളും മച്ച് ബെറ്റർ ആണ് സോണി IMX 766. ആക്ച്വലി Realme അത് തന്നെ അങ്ങ് വെച്ച് തന്നാൽ മതിയായിരുന്നു. 9 Pro Plusൽ ഉണ്ടായിരുന്ന ആ ഒരു സെൻസർ. എനിവേ ഓവറോൾ നല്ല പെർഫോമൻസ് ആണ്. വീഡിയോ ലേശം ഓക്കെ, ആവറേജ് പെർഫോമൻസ് ആണ്. ഫോട്ടോഗ്രാഫി സ്പെഷ്യലി നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, നല്ല വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ, സ്പെഷ്യലി ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസും കളേഴ്സ് ഒക്കെ ഉണ്ട്, അതിൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ലൈറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇൻഡോർ ഒക്കെ ആണെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും കയറി വരുന്നുണ്ട് ഫോട്ടോസിൽ തീർച്ചയായിട്ടും. Realme 9 Pro Plus ആയിരിക്കും ബെറ്റർ ഫോർ ക്യാമറ പെർഫോമൻസ്. നിങ്ങൾ ക്യാമറ പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ Realme 9 Pro Plus ആയിരിക്കും ബെറ്റർ. ഇത് മോശമൊന്നുമല്ല, ഇത് നല്ലതാണ്. പക്ഷേ ഇതിനേക്കാളും നല്ല പെർഫോമൻസ് അവിടെ കിട്ടും. പിന്നെ വീഡിയോ നോക്കുകയാണെങ്കിൽ 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 4K 30 FPSൽ ഒരു തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നല്ല കുലുക്കം ഉണ്ടാവും. ഫുൾ HD അല്ലെങ്കിൽ 1080p 30 FPS വീഡിയോസിൽ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇനിയും സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ എന്നൊരു മോഡുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്താൽ ചെറുതായിട്ട് ക്രോപ്പ് ആവും, വീഡിയോ ചെറുതായിട്ട് ക്രോപ്പ് ആവും, പക്ഷേ നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. അതേ രീതിയിൽ സെൽഫി വീഡിയോസിലും നോർമലി സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. സോ അവിടെ നല്ല ഷേക്ക് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ അൾട്രാ സ്റ്റേബിൾ മോഡ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി സ്റ്റില്ലായിരിക്കും. അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസും ഓക്കെ ആണ്. തീർച്ചയായിട്ടും പ്രൈമറി ക്യാമറ വെച്ച് കിട്ടുന്ന ഒരു കളേഴ്സും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നില്ലെങ്കിലും നല്ലോണം തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഡീസെന്റ് അൾട്രാ വൈഡ് പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ
മിസ്സിംഗ് ആണ്, അതാണ് OIS. റിയൽമി 9 Pro Plusൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നു, ഇവിടെ അത് മിസ്സിംഗ് ആണ്. അവിടെ അത് ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോയിൽ വലിയ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ലോ ലൈറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്, സോ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ കഴിയില്ല. 4G കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡുവൽ 4G ഡുവൽ 5G രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലുള്ള സിം സ്ലോട്ട് ഉണ്ടല്ലോ, രണ്ടിലും നിങ്ങൾക്ക് ഒരുമിച്ച് 5G ആസ്വദിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഇവിടെ ആസ്വദിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതുവരെ വന്നിട്ടില്ല. അടുത്ത മാസമെങ്കിലും വന്നാൽ മതിയായിരുന്നു, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. 8 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ ബാൻഡ് വൈഫൈ 6, ബ്ലൂടൂത്ത് 5.2 ഒക്കെ വരുന്നുണ്ട്. 128 GB പ്രൈസാണ് 25,000 രൂപ, 128 പ്രൈസാണ് 26,000 രൂപ, 8GB 256 GB പ്രൈസാണ് 28,000 രൂപ. ഓക്കെ, സോ ഓവറോൾ നല്ലൊരു ഫോൺ തന്നെയാണ്, അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് ഇല്ല. എന്നാൽ റിയൽമി 9 Pro Plus വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ഓവറോൾ ഓൾറൗണ്ട് ഫോൺ. പക്ഷേ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ഫോൺ വേണമെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്, കാരണം ഇവിടെ ആ ഒരു കർവ് ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇത്തവണ റിയൽമി ആ ഒരു ക്രൗഡിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. റെഡ്മി നോട്ട് 12 Pro Plus 5G എന്ന ഫോണും ഉടൻ തന്നെ വരുന്നുണ്ട്. അടുത്ത മാസം January 5 ആണ് തോന്നുന്നത് അതിൻ്റെ ലോഞ്ച്. സോ ഈ രണ്ട് ഫോൺസിൻ്റെ എന്തായാലും കമ്പാരിസൺ ഞാൻ ചെയ്തിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ പുതിയ M series M54 എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാം. ഈ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിൽ എന്തൊക്കെ നല്ലതുണ്ട് എന്തൊക്കെ മോശമുണ്ട്. ഓക്കെ, സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.